കാർഷിക വാർത്തകൾ. ഉത്തരേന്ത്യൻ കുരുമുളക് വിപണിയായ കൊച്ചി വിപണിയിൽ ചരക്കു നീക്കം കുറഞ്ഞു. തമിഴ്നാട്ടിൽ കൊപ്രവില 20,000 കടന്ന് റെക്കോർഡായി. കൊച്ചി വിലയിലും താഴ്ത്തി വിൽപ്പന നടത്താൻ വ്യവസായ ലോബി നീക്കം നടത്തി. ഇതുമൂലം പിന്നിട്ട വാരം മുളക് വില ക്വിന്റലിന് 1,100 രൂപ കുറഞ്ഞതിനാലാണ് കർഷകർ ചരക്ക് നീക്കം കുറച്ചത്. കൊച്ചിയിൽ വരവും വീണ്ടും കുറഞ്ഞ് 20 ടണ്ണിൽ ഒതുങ്ങി. ഇതിനിടയിൽ വിയറ്റ്നാം പുതിയ കുരുമുളക് വില കുറച്ചത് കണ്ട് ഇതര ഉൽപാദന രാജ്യങ്ങളും നിരക്ക് താഴ്ത്തി ചരക്ക് വാഗ്ദാനം ചെയ്തു. കയറ്റുമതി രാജ്യങ്ങളുടെ കിടമത്സരം തുടർന്നാൽ അത് വിലയെ ബാധിക്കും. കൊച്ചിയിൽ കുരുമുളക് വില കിലോ 670 രൂപ. വെളിച്ചെണ്ണ വിപണിയുടെ കുതിപ്പിന് വേഗതയേറി. വില 300 രൂപ ഉയർന്ന് 29,300-ൽ വിപണനം നടന്നു. കൊപ്രയ്ക്ക് 200 രൂപ വർദ്ധിച്ച് 19,500 രൂപയായി. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് കൊപ്ര ചരിത്രത്തിൽ ആദ്യമായി 20,000 രൂപയായി. രൂക്ഷമായ കൊപ്രക്ഷാമം മുൻനിർത്തി മില്ലുകാർ വെളിച്ചെണ്ണ വില 29,650 രൂപയായി ഉയർത്തി. സംസ്ഥാനത്ത് കാലവർഷം സജീവമെങ്കിലും റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചില്ല. കൊച്ചിയിലും ബാങ്കോക്കിലും റബ്ബർ കിലോ 199 രൂപയിൽ വിപണനം നടന്നു. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് ഷീറ്റ് വില നേരിയ റേഞ്ചിൽ നീങ്ങി. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വാങ്ങലുകാർക്ക് ഒപ്പം കയറ്റുമതിക്കാരും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചത് ലേലത്തിന് ആവേശം പകർന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2,271 രൂപയിലും മികച്ച ഇനങ്ങൾ 2,876 രൂപയിലും ലേലം കൊണ്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുതിച്ചുയർന്ന കൊക്കോ വില കൂപ്പുകുത്തി. കൊക്കോ പച്ച ബീൻസ് കിലോയ്ക്ക് 350-ൽ നിന്ന് 120-ലേക്ക് താഴ്ന്നു. 1,000-ന് മുകളിൽ വിലയുണ്ടായിരുന്ന ഉണക്ക ബീൻസ് 300-ലേക്ക് ആണ് കൂപ്പുകുത്തിയത്. പ്രധാന കൊക്കോ ഉൽപാദക രാജ്യങ്ങളായ ഐവറി കോസ്റ്റ്, ഗാന, നൈജീരിയ, ഇക്വഡോർ എന്നീ രാജ്യങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതാണ് ആഭ്യന്തര വിപണിയിൽ ഏതാനും മാസം മുൻപ് വില കുതിച്ചുയരാൻ ഇടയാക്കിയത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉൽപാദനം ഉയർന്നതാണ് വില തകർച്ചയ്ക്ക് പ്രധാന കാരണം. കൊക്കോ ശേഖരണം കുറച്ചതോടെ ഒരാഴ്ചക്കിടെ കൊക്കോ വിലയിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു. ഉണങ്ങിയ കൊക്കോ 350 രൂപയ്ക്കാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. പച്ചക്കൊക്കോ വില 115 മുതൽ 120 രൂപയുമായി. 2024 മെയ്യിലാണ് കൊക്കോ വില റെക്കോർഡിടുന്നത്. അന്ന് 1,100 രൂപ വരെ ഉണങ്ങിയ കൊക്കോയ്ക്ക് ലഭിച്ചിരുന്നു. വില വർദ്ധിച്ചതോടെ തോട്ടങ്ങളിലുള്ള കൊക്കോ ചെടികൾക്ക് മികച്ച പരിചരണമാണ് കർഷകർ നൽകിയത്. വിലയിടിവ് കർഷകർക്കും കൊക്കോ സംഭരിച്ച ചെറുകിട വ്യാപാരികൾക്കും തിരിച്ചടിയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയർന്നതോടെ ചെറുകിട മില്ലുകൾ പ്രതിസന്ധിയിലായി. നാട്ടിൽ നിന്ന് കൊപ്ര വാങ്ങി വെളിച്ചെണ്ണ നിർമ്മിച്ച് വിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയാണിപ്പോൾ. വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വില കുത്തനെ കൂടിയതോടെ സംസ്ഥാനത്തെ ചെറുകിട എണ്ണ മില്ലുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദിവസം ശരാശരി 3,000 രൂപയുടെ വരെ കച്ചവടം നടത്തിയിരുന്നു മില്ലുകൾ. ഇപ്പോൾ 500 രൂപയ്ക്ക് പോലും കച്ചവടമില്ലെന്നാണ് മില്ലുടമകൾ പറയുന്നത്. ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ചെറുമില്ലുകളുടെ ആശ്രയം. മാർക്കറ്റ് വില കിലോഗ്രാമിന് 300 രൂപയായിരിക്കുമ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്ക് 350 മുതൽ 370 രൂപ വരെയാണ് വില. 100 കിലോ തേങ്ങ വാങ്ങി ഉണക്കിയാൽ 30 കിലോ മാത്രമാണ് കൊപ്ര ലഭിക്കുക. നേരിട്ട് കൊപ്ര വാങ്ങുമ്പോൾ കിലോയ്ക്ക് 210 മുതൽ 215 രൂപ വരെയാണ് ചെലവ്. ശരാശരി എണ്ണ ലഭ്യത 65% എന്നാണ് കണക്ക്. പക്ഷേ നിലവിൽ 62% മാത്രമാണ് കിട്ടുന്നതെന്നാണ് മില്ലുകാർ പറയുന്നത്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ 1 കിലോ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കുറഞ്ഞത് 345 രൂപ ചെലവാകും. ഈ എണ്ണയ്ക്ക് വിപണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എപ്പോഴും 50 രൂപയെങ്കിലും അധികമാണ് വില. എണ്ണ എടുക്കുമ്പോൾ ലഭിക്കുന്ന തേങ്ങാ പിണ്ണാക്ക് ഉപയോഗിച്ച് വൈദ്യുതി ചാർജ്, തൊഴിലാളികളുടെ കൂലി തുടങ്ങിയ ചെലവുകൾ നേരിടാൻ സാധിക്കും. എങ്കിലും ബാക്കി വരുന്ന നഷ്ടം മില്ലുകൾക്ക് താങ്ങാനാവാതെ വന്നിരിക്കുകയാണ്. ഇതിനിടെ വെളിച്ചെണ്ണ വില ഉയർന്നതോടെ പല കമ്പനികളും പാക്കറ്റുകളുടെ അളവ് കുറച്ച് പുതിയ പാക്കിംഗ് രീതികൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. 200 ഗ്രാം, 300 ഗ്രാം കവറുകളിലാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണിയിൽ വില കുത്തനെ ഇടിഞ്ഞതോടെ പൈനാപ്പിൾ കർഷകർ പ്രതിസന്ധിയിൽ. കച്ചവടം കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവും മലയോര മേഖലയിൽ കൈതച്ചക്ക കർഷകർ ദുരിതത്തിലാക്കി.
പൈനാപ്പിളിന് ഏറ്റവും വില ലഭിക്കുന്ന വേനൽ മാസങ്ങളിൽ അപ്രതീക്ഷിതമായി കനത്ത മഴ വന്നതോടെ കായ്കൾ പെട്ടെന്ന് വിളവെടുക്കാനും വിറ്റഴിക്കാനും സാധിക്കാതെ കർഷകർ ഭാരിച്ച നഷ്ടത്തിലായി. കഴിഞ്ഞ സീസണിൽ 1 കിലോ പൈനാപ്പിളിന് 60 രൂപ വരെ വില ഉയർന്നിരുന്നു. കനത്ത മഴയിൽ പൈനാപ്പിളിന് വിപണി കുറഞ്ഞതോടെ പാകമായ തോട്ടങ്ങൾ നിസാര വിലയ്ക്ക് കർഷകർ ചെറുകിട പഴക്കച്ചവടക്കാർക്ക് നൽകുകയാണ്. പഴം വിൽപ്പനക്കാർ വഴിയോരങ്ങളിൽ കൈതച്ചക്ക 4 കിലോ 100 രൂപ നിരക്കിലാണ് വിറ്റഴിക്കുന്നത്. നിലവിൽ 1 കിലോ പൈനാപ്പിളിന് 25 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. നാട്ടിൻപുറത്തെ കടകളിൽ ഇത് 50 രൂപ വരെ വിലയുണ്ട്. ഉൽപാദന ചെലവ് നോക്കിയാൽ 1 കിലോയ്ക്ക് 35 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞതോടെ ഈ സീസണിൽ വിളവെടുക്കാൻ പോലും താൽപ്പര്യമില്ലാതെ തോട്ടങ്ങൾ ഉപേക്ഷിച്ചുമാണ് കർഷകർ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 198, RSS 5 195, ലാറ്റക്സ് 146, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 245, കാപ്പിക്കുരു 260, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 69,000, കുരുമുളക് അൺഗാർബിൾ 67,000, ഏലക്ക 2200 മുതൽ 2350 വരെ, വെളിച്ചെണ്ണ 29,300, കൊപ്ര 20,300, ചുക്ക് 22,500.